ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹാപ്പി ലൈഫ് വിത്ത് ശ്രീ. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും പുട്ടിൻ്റെ കൂടെ കഴിക്കണോ, പൂരിക്ക് കൂടെ കഴിക്കണോ, എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷ് പ്രിപ്പയർ ചെയ്താലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് അളവിൽ നമ്മുടെ ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം രാത്രി. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു തക്കാളി എടുക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി കേട്ടോ. ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു സവോളയുടെ പകുതി. നിങ്ങൾക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ കൂടുതൽ അളവിൽ എടുക്കാം കേട്ടോ വേണമെങ്കിൽ. ഞാനിവിടെ ഇത്ര അളവിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളക് ഒരെണ്ണം രണ്ടായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു, പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു. ഇനി ഇതിൽ 2 പച്ചമുളക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് അത്യാവശ്യം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ എന്ത് കുക്കറിലിട്ട് വേവിക്കുമ്പോഴും ഇട്ട് കൊടുക്കണതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അതിൽ കുറച്ചൊന്ന് മുങ്ങി കിടക്കാൻ മാത്രമുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഒരു 3 വിസിലടുപ്പിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാണ്ട് ഏറ് കളഞ്ഞ് തുറക്കാം കേട്ടോ, കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ചതച്ചതാണ്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് നമ്മൾ 2 മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ കറിവേപ്പിലയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവർ എണ്ണയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്തത്. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ സവോള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് സവോളയൊക്കെ ഒന്ന് വേഗം വഴണ്ട് വരാനായിട്ട് ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. കാരണം നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് 1/4 ടീസ്പൂൺ അളവിൽ. പിന്നെ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ വെജിറ്റബിൾ മസാല കേട്ടോ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറാനായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും തക്കാളിയും ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വിടാം കേട്ടോ. നന്നായിട്ട് അതിനൊന്ന് തിളച്ച് വരുന്ന ആ സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ആ കറിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക്. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് 1 സെക്കൻഡ് ഒന്ന് മൂടി വയ്ക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.